കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായി തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഗംഗാവലി പുഴയിൽ തിരച്ചിലിനായി ബൂം യന്ത്രം അങ്കോലയിൽ എത്തി. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ശിരൂരിലെത്തും. അതേസമയം പ്രദേശത്ത് ഡ്രോൺ ഉപയോഗിക്കരുതെന്ന് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾക്ക് കർണാടക പോലീസ് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ശിരൂരിൽ നിന്ന് അരുൺ ആലത്തൂർ, KJ ശ്രീജിത്ത് എന്നിവർ ചേരുകയാണ്. ആദ്യം അരുണിലേക്ക് പോവുകയാണ്. അരുൺ, ഈ ഭാഗങ്ങളിൽ ഡ്രോൺ ഉപയോഗിക്കരുത് എന്ന് മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം തന്നെ അർജുന്റെ ബന്ധു ജിതിൻ അറിയിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ തിരച്ചിലിൽ തനിക്ക് പൂർണ്ണ തൃപ്തിയുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വളരെയധികം തൃപ്തനാണ് താൻ എന്നറിയിക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. ആദ്യം ജിതിൻ പറഞ്ഞിരുന്നത് ഇതിൽ യാതൊരു തൃപ്തിയും ഇല്ല, സൈന്യത്തെ പോലും വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ആ സംഭവ സ്ഥലത്ത് അല്ലെങ്കിൽ തിരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു തിരച്ചിലിൽ വലിയധികം തൃപ്തിയുണ്ടെന്ന് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യമാണ് അല്ലേ? തീർച്ചയായും ഇപ്പോഴേതായാലും ഈ കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും പുതുതായിട്ട് ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിന് ഉൾപ്പെടെ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികളാണ് ഉണ്ടായിരിക്കുന്നത്. എനിക്ക് പുറകിൽ കാണുന്ന ഈ ഗംഗാവലി പുഴ, ആ പുഴയുടെ ആകാശ ദൃശ്യങ്ങളും മറ്റുമൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. പക്ഷേ അത് കൂടുതലായി തത്സമയം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് അതീവ സുരക്ഷാ മേഖലയായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും അത്തരത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ പകർത്തുകയോ മറ്റോ ചെയ്യരുത്, അതുകൊണ്ട് തന്നെ ഡ്രോൺ ഉപയോഗിക്കരുത് എന്നുള്ളൊരു അറിയിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ഡ്രോണുകൾ കാറുകളിൽ വന്നുൾപ്പെടെ ഡ്രോണുകൾ പരിശോധിക്കുന്ന നടപടികൾ അവർ ചെയ്തു. ഇനി ഇത്തരത്തിൽ ഡ്രോണുകളോ മറ്റോ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പിടിച്ചെടുക്കും, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നൊക്കെയാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത്. അതേസമയം തന്നെ ഏറ്റവും പുതിയ വിവരം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോഴും ആ ഒരു രക്ഷാദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ഈ ഗംഗാവലി പുഴയ്ക്ക് അരികിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അവിടേക്ക് പുതിയൊരു യന്ത്രം കൂടി, ഇപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയും ഒപ്പം പുഴയിൽ നാവികസേനയുടെ പരിശോധനയുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിലേക്കായി പുതിയൊരു യന്ത്രം കൂടി എത്തുന്നു എന്നുള്ളതാണ്. ബൂം ലെങ്ത് എന്ന ഉപകരണമാണ് പുതിയ അതായി ഇവിടേക്ക് എത്തിക്കുന്നത്. അത് ഇതിനോടകം തന്നെ അങ്കോലയിൽ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രതിനിധിയായ ശ്രീജിത്ത് നിൽക്കുന്ന അതിന് സമീപത്തായിട്ട് അവിടെ ആ ഒരു നഗരമുണ്ട്, അങ്കോല ചെറിയൊരു പട്ടണമാണ്. അവിടേക്ക് ഇപ്പോൾ ആ ഒരു ബൂം ലെങ്ത് എന്ന യന്ത്രം എത്തിച്ചിട്ടുണ്ട്. ഇനി ആ യന്ത്രത്തെ ഈ ഭാഗത്തേക്ക്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തേക്കാണ് എത്തിക്കുക. അതായത് ശ്രീജിത്ത് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് കൂടെ യന്ത്രത്തെ ഈ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞിട്ടുള്ള ഈ ഭാഗത്തേക്ക് എത്തിക്കും. അവിടെ നിന്ന് ഈ ബൂം ലെങ്തിന്റെ പ്രത്യേകത എന്നുള്ളത് അത് കരയിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഈ ഒരു ബക്കറ്റ് എന്നുള്ളത്, ആ ബക്കറ്റ് കുറച്ചധികം നീളമുണ്ട്. അതുകൊണ്ട് തന്നെ ആ നീളമുള്ള ബക്കറ്റ് കരയിൽ ആ യന്ത്രത്തെ നിർത്തിക്കൊണ്ട് പുഴയിൽ തപ്പാൻ പറ്റും. അതിൻ്റെ ബക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് പുഴയിൽ തപ്പാൻ കഴിയും എന്നുള്ളതാണ്, പരിശോധന നടത്താൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു യന്ത്രം കൂടെ ഉപയോഗിക്കുന്നത്. സാധാരണ നമുക്ക് ഈ ഒരു JCB അല്ലെങ്കിൽ ഒരു ഹിറ്റാച്ചി പോലുള്ള യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിമിതമായ സ്പേസിൽ നിന്നുകൊണ്ട് മാത്രമേ അതിൻ്റെ ഈ ബക്കറ്റ് ഉപയോഗിച്ച് പരിശോധനയും മറ്റും നടത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ ബൂം ലെങ്ത് എന്ന യന്ത്രം വരുന്നതോടുകൂടെ തന്നെ ആ പുഴയരികിലേക്ക് നിന്നുകൊണ്ട് ആ പുഴയരികിൽ നിന്നും കൃത്യമായി തന്നെ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോയി ഇതിൻ്റെ ബക്കറ്റ് ഉള്ളിലിട്ടുകൊണ്ട് അവിടെ പരിശോധനകൾ നടത്താൻ കഴിയും എന്നുള്ളതാണ്. അതായത് ബൂം ലെങ്ത് ഇതിനോടകം തന്നെ അങ്കോലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കർണാടക പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അല്പസമയത്തിനകം തന്നെ ആ യന്ത്രം ഇവിടേക്ക് എത്തും. ഉച്ചയോടുകൂടെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ, അത് പരിശോധന ആരംഭിക്കും എന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ആ പരിശോധന തന്നെയാണ് ഏതായാലും ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അത്യാധുനിക സംവിധാനങ്ങൾ, ആ ആധുനിക സംവിധാനങ്ങളിൽ തന്നെയാണ് ഇനി ഈ ഒരു തിരച്ചിലിൻ്റെ പ്രതീക്ഷ മൊത്തമായി ഉള്ളത് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ ആധുനിക ഉപകരണങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇനിയുള്ള ഈ രക്ഷാദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത്. അർജുനനായുള്ള തിരച്ചിൽ 9ാം ദിവസവും നീളുന്ന സമയത്ത് സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ഉൾപ്പെടെ ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. എലീന എന്ന സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ച് അർജുൻ്റെ ലോറി കണ്ടെത്തുകയാണ് മറ്റൊരു ലക്ഷ്യമായി ഉള്ളത്. എന്നാൽ ഈ ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചുള്ള പരിശോധന നാളെ നടക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 2.5 കിലോമീറ്റർ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന 20 മീറ്റർ ആഴത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഉപകരണമാണ് ഈ ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം. ഡൽഹിയിൽ നിന്ന് എത്തിക്കേണ്ട ഈ സിസ്റ്റം വ്യോമമാർഗം കൊണ്ടുവരേണ്ട എന്ന ഒരു വിദഗ്ധ ഉപദേശത്തെ തുടർന്ന് രാജധാനിയിൽ ഇപ്പോൾ ട്രെയിൻ മാർഗം ഇതേതായാലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ ഉച്ചയോടുകൂടെ തന്നെ ഈ ഉപകരണവും എത്തും. അത്തരത്തിൽ ഈ ഡ്രോൺ ബേസ്ഡ് ആയിട്ടുള്ള ഉപകരണം ഒരിടത്ത്, മറ്റേ ഈ വലിയ ഹിറ്റാച്ചി എന്ന തരത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വലിയ കൊക്കോട് കൂടിയുള്ള അതിൻ്റെ ആ ബക്കറ്റോട് കൂടിയുള്ള ആ ഉപകരണം ഇപ്പോഴേതായാലും എത്തിക്കും. അങ്ങനെ
ഇത്തരം അത്യാധുനികമായിട്ടുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന അതുതന്നെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ഈ രക്ഷാദൗത്യത്തെ ഏറ്റവും നിർണായകമാക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. അതിൽ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ സംഭവ സ്ഥലത്തേക്ക് ഇനി രക്ഷാദൗത്യത്തിനായി എത്തുന്നുണ്ട്. ഈ ഡ്രോൺ ബേസ്ഡ് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ അതിൽ തെറ്റായ വിവരങ്ങളൊക്കെ ലഭിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതിയ ആധുനിക ഉപകരണങ്ങൾ കൊണ്ടുവരുന്നതിൽ ഏറെ പ്രതീക്ഷയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം വച്ച് പുലർത്തുന്നത്. അതോടൊപ്പം തന്നെ കർണാടക സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ ഒരു കാര്യം കൂടി പരാമർശിക്കുന്നുണ്ട്. നാട്ടുകാർ പറയുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ മണ്ണിടിച്ചിലിന് ശേഷം അവിടെ സ്ഫോടനം ഉണ്ടായി എന്നാണ് ദൃക്സാക്ഷികൾ അടക്കം പറയുന്നത്. എന്നാൽ കർണാടക സർക്കാർ റിപ്പോർട്ടിൽ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലൊരു സ്ഫോടനം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായി തന്നെ അവർ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും ദേവിക, ഈ കർണാടക സർക്കാർ കോടതിയിൽ തങ്ങൾക്ക് ഇതിലൊരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്ന തരത്തിലൊരു റിപ്പോർട്ടാണ് ഇതിനോടകം സമർപ്പിച്ചിരിക്കുന്നത്. സർക്കാർ കൃത്യമായി തന്നെ ഉണർന്നു പ്രവർത്തിച്ചു, ജില്ലാ ഭരണകൂടം ഉണർന്നു പ്രവർത്തിച്ചു. ഈ ഒരു അപകടം നടന്നതിന് പിന്നാലെ തന്നെ ജില്ലാ ഭരണകൂടം ഇവിടേക്ക് എത്തുന്ന ഒരു സ്ഥിതിയായിരുന്നു എന്ന തരത്തിലാണ് ഹൈക്കോടതിയിൽ ഇത്തരത്തിൽ കർണാടക സർക്കാർ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ അങ്കോലയിലെ അപകട സ്ഥലത്തുണ്ടായിരുന്നത് 3 ടാങ്കറുകളാണ് എന്നുള്ളൊരു വിവരം കൂടെ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 2 എണ്ണം BPCLന്റെ ടാങ്കറുകളാണ്. ഇതിൽ ഇന്ധനം ഉണ്ടായിരുന്നില്ല. പിന്നൊന്ന് HP-യുടെ ടാങ്കറാണ്. അതാണ് ഈ നദിക്കുള്ളിൽ നിന്നൊരു ടാങ്കർ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ വന്ന് അതിനെ കരക്കടുപ്പിച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ആ ദൃശ്യങ്ങൾ അതാണ് എന്നാണ് സർക്കാർ ഏതായാലും കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ഒരു ടാങ്കറുകളിൽ ഒന്ന് പൊട്ടിത്തെറിച്ചു ഇതിനകത്ത് വെച്ച് ഈ നദിക്കുള്ളിൽ വെച്ച് എന്ന ശബ്ദം കേട്ടതായി ഈ പ്രദേശവാസികളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്നും കർണാടക സർക്കാർ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കർണാടക സർക്കാർ അവരുടെ ഭാഗത്തുള്ള വീഴ്ച സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. കരാർ കമ്പനിക്കെതിരെ കേസെടുക്കുന്ന നടപടികളിലേക്കും കർണാടക കടന്നിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഈ ഒരു ദേശീയപാത നിർമ്മാണ കമ്പനിയായ IRBക്കെതിരെ കേസ് കർണാടക സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കമ്പനിയുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയുണ്ടായി. ഇത്തരത്തിലൊരു ചെങ്കുത്തായ മലയും മറ്റുമുള്ള മേഖലയിൽ റോഡ് നിർമ്മാണം നടത്തുമ്പോൾ അതിൻ്റെ അപകട സാധ്യതകളും മറ്റുമൊക്കെ കൃത്യമായി പരിശോധിച്ച് അത് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത, ഈ കുന്നിടിയുന്നതിനും മറ്റൊക്കെയുള്ള സാധ്യതകൾ നോക്കി കുന്നിടിയില്ല എന്ന് ഉറപ്പാക്കി വേണമായിരുന്നു ഇങ്ങനെ ഒരു റോഡ് നിർമ്മിക്കാൻ. പക്ഷേ അത് കൃത്യമായിട്ടുണ്ടായില്ല എന്നുള്ളതാണ് സർക്കാർ കമ്പനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പറയുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇനിയിപ്പോൾ ഏതായാലും ഈ രക്ഷാദൗത്യം അതിൽ തന്നെയാണ് എവരും ഉറ്റുനോക്കുന്നത്. രക്ഷാദൗത്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊക്കെ വലിയ വീഴ്ചകൾ ഉണ്ടായി എന്നത് അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ നേരിൽ കണ്ടതാണ്. യാതൊരു തരത്തിലുള്ള അപകടങ്ങൾ നടക്കുമ്പോൾ അതിന് വേണ്ട യാതൊരു ക്രമീകരണങ്ങളും നടത്താതെ 1-2 മണ്ണുമാന്തി യന്ത്രങ്ങൾ മാത്രം ഉപയോഗിച്ച് ആ റോഡ് നേരാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളായിരുന്നു തുടക്കത്തിൽ ഇവർ സ്വീകരിച്ചിരുന്നത്. KG ശ്രീജിത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, അവിടേക്ക് മണ്ണുമാന്തി അടക്കമുള്ള ഉപകരണങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഏറെ സഹായകരമാകും രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ തിരച്ചിലിന് എന്ന് നേരത്തെ തന്നെ സ്ഥലം MLA നമ്മോട് സംസാരിച്ചിരുന്നു. ഈ യന്ത്രം അവിടെ എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുപയോഗിച്ച് എപ്പോഴായിരിക്കും രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് ഈ യന്ത്രം എത്തിക്കുക? ദേവിക, ഇപ്പോൾ ബൂം എത്തിച്ച സ്ഥലവും അപകട സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം വെറും 2 കിലോമീറ്റർ ആണ്. കാരണം ഈ വാഹനങ്ങളെ ഉൾപ്പെടെ പോലീസ് തടയുന്ന ഒരു ബാരിക്കേഡിന് സമീപമാണ് നിലവിൽ ബൂമിനെ എത്തിച്ചിരിക്കുന്നത്. അത് വലിയ നദിക്കരയിൽ നിന്നും മണ്ണ് മാറ്റാൻ സഹായിക്കുന്ന വലിയ യന്ത്രമാണ് ഇത്. ഇതിന്റെ കൈകളിൽ ഉപയോഗിച്ച് 20 മീറ്ററിലധികം ദൂരമുള്ള നദിക്കരയിലെ മണ്ണ് മാറ്റാൻ കഴിയും. എന്തായാലും ഈ കരയിലെ പരിശോധന ഇന്നലെ പൂർത്തിയായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇനി പൂർണ്ണമായും തന്നെ പുഴ കേന്ദ്രീകരിച്ചാണ് പരിശോധന. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബെൽഗാമിൽ നിന്നും ഇത്തരത്തിലുള്ള ബൂം എത്തിച്ചിരിക്കുന്നത്. ബൂം ഉപയോഗിച്ച് നദിയിലെ മണ്ണ് പൂർണ്ണമായും തന്നെ അതിവേഗത്തിൽ മാറ്റാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇന്നത്തെ പരിശോധന വിജയകരമാണെങ്കിൽ നാളെ മറ്റൊരു ബൂം കൂടെ ഈ പ്രദേശത്തേക്ക് എത്തിക്കുമെന്നാണ് കാർവാർ MLA സതീഷ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ബൂം എത്തുന്നതോടെ തന്നെ വളരെ വേഗത്തിൽ നദിയിലെ മണ്ണ് മാറ്റി പുഴയ്ക്കടിയിൽ ലോറി ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ ദൗത്യ സംഘവും. അതിവേഗത്തിലാണ് നിലവിൽ ഇത്തരത്തിലുള്ള ദൗത്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കാരണം ലക്ഷ്മണന്റെ ചായക്കടയ്ക്ക് സമീപം ഇത്തരത്തിൽ വലിയ ഒരു മൺകൂന നദിക്ക് സമീപം രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് ആദ്യമായി തന്നെ ബൂം എത്തിച്ച് ഇത്തരത്തിലുള്ള മണ്ണ് മാറ്റുന്ന
പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്തായാലും ഈ ബൂം അവിടെ എത്തിച്ച ശേഷം ഇത് അവിടെ ക്രമീകരിക്കേണ്ട സാഹചര്യമുണ്ട്. അതിനുശേഷമായിരിക്കും എന്തായാലും ഒരു അരമണിക്കൂർ 1 മണിക്കൂറിനിടയിൽ തന്നെ ഇത്തരത്തിലുള്ള ഈ ബൂം ഉപയോഗിച്ചുള്ള മണ്ണുമാറ്റൽ പ്രവർത്തനത്തിലേക്ക് ദൗത്യസംഘത്തിന് കടക്കാൻ കഴിയും. അത് വളരെ വിജയകരമാണെങ്കിൽ നാളെ മറ്റൊരു ബൂം കൂടി ഇവിടെ എത്തിക്കും. എന്തായാലും ഈ യാത്രയിൽ ഉണ്ടായ ചെറിയ സാങ്കേതിക തകരാറ് കൊണ്ടാണ് ഇത്തരത്തിൽ ഇത് വൈകിയത്. ഇന്ന് രാവിലെ 7 മണിക്ക് തന്നെ ഇത് ഈ സ്ഥലത്ത് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ യാത്രയിലുണ്ടായ സാങ്കേതിക തടസ്സം ഇത്തരത്തിൽ ഇത് വൈകാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ യന്ത്രങ്ങളും ഇവിടെ എത്തിക്കാൻ ദൗത്യസേന ശ്രമം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ യന്ത്രത്തോടൊപ്പം തന്നെ വിദഗ്ധ സംഘത്തിനെ കൂടി ആ സ്ഥലത്തേക്ക് എത്തിക്കുമെന്നും കൂടി MLA പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വിദഗ്ധ സംഘം എപ്പോഴായിരിക്കും സ്ഥലത്തെത്തുക? നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇത്തരം യന്ത്രങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്താനാണ് തീരുമാനം. അതോടൊപ്പം തന്നെ വൈകുന്നേരത്തോടെ ആയിരിക്കും ഇത്തരത്തിലുള്ള വിദഗ്ധ സംഘം എത്തുന്നത്. ഹൈഡ്രോ എന്ന ഭൂമിക്കടിയിലെ ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന ഹൈഡ്രോ ഇതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗസ്ഥരെയും ഇവിടെ എത്തിക്കുമെന്ന് അല്പം മുൻപ് MLA പറഞ്ഞിരുന്നു. കാരണം അത്തരത്തിലുള്ള ഈ നദി കേന്ദ്രീകരിച്ച് അനുഭവ പരിചയമുള്ളവരെ ഈ സ്ഥലത്ത് എത്തിച്ചാണ് ഇനി കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ പുഴയ്ക്കടിയിൽ നിലവിൽ 60% സ്ഥിരീകരണമുണ്ട്. കാരണം മറ്റു സ്ഥലങ്ങളിൽ കണ്ടെത്താത്ത പശ്ചാത്തലത്തിൽ ഈ പുഴയ്ക്കുള്ളിൽ തന്നെ ഈ അർജുന്റെ ലോറി കണ്ടെത്താനുള്ള സാധ്യത വർദ്ധിച്ചതിനാലാണ് കൂടുതൽ പുഴ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ദൗത്യസംഘം മുൻഗണന നൽകുന്നത്. ഈ നാവികസേനയും കരസേനയും ഉൾപ്പെടെയുള്ള NDRFും SDRF ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി കൂടുതൽ പരിശോധനയ്ക്ക് ശ്രമം നടത്തുന്നു. അവർ എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ പരിശോധന നടത്താൻ ശ്രമം നടത്തുന്നു. പക്ഷേ ഈ ബൂം ലെങ്ത് എത്താൻ അല്പം വൈകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിലെത്തിയിട്ടുണ്ട്. എന്നാലും അരമണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ ഈ ബൂം ഘടിപ്പിച്ച് മണ്ണ് മാറ്റാനുള്ള പ്രവർത്തനം മുന്നോട്ട് പോകും. കാരണം വലിയ കുന്നാണ് ഇടിഞ്ഞ് ഈ നദിയിലേക്ക് വീഴുന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ടൺ കണക്കിന് മണ്ണ് മാറ്റാൻ ആ പ്രദേശത്ത് നിന്ന് മണ്ണ് മാറ്റേണ്ട ആവശ്യകതയുണ്ട്. അത് വേഗത്തിലാക്കാൻ ഈ പുതിയ യന്ത്രം ഉപയോഗിച്ച് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘവും അതോടൊപ്പം തന്നെ നേവിയും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശരി ശ്രീജിത്ത്, അരുണിലേക്ക് പോവുകയാണ്. അരുൺ, ഈ ഒരു പ്രദേശത്തേക്ക് മാധ്യമങ്ങൾക്കടക്കം വിലക്ക് ഇപ്പോൾ നിലവിലുണ്ട്. കാരണം ഇത് അതീവ സുരക്ഷാ മേഖലയായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡ്രോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഒരിക്കലും പ്രവർത്തിപ്പിക്കരുത് എന്നും കൂടി ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ള ഒരു സാഹചര്യവും കൂടിയുണ്ട്. ഈ ഒരു അവസ്ഥയിൽ SP-യോട് സംസാരിച്ച് മാധ്യമങ്ങൾക്ക് അവിടെ പ്രവേശിക്കാനുള്ള അനുമതി നേടിത്തരുന്നതായിരിക്കും എന്ന് MLA അല്പസമയം മുമ്പ് പറഞ്ഞിരുന്നു. അത്തരത്തിൽ മാധ്യമങ്ങൾക്കുള്ള പ്രവേശ വിലക്ക് എപ്പോഴായിരിക്കും മാറുക? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ദേവിക, ഇനി ഇപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഈ കാർവാർ MLA ആയ സതീഷ് മാത്രം ഇപ്പോൾ ഏതായാലും SP-യോട് സംസാരിച്ച് ഇനി മാധ്യമങ്ങൾക്ക് ആ ഒരു ദൗത്യം നടക്കുന്ന ഭാഗത്തേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ പരിശോധിക്കാം എന്ന തരത്തിലാണ് പറയുന്നത്. ഏതായാലും ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിക്കുന്നതിന് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്പസമയം മുൻപാണ് ഇവിടെ പോലീസുകാർ, കർണാടകയിൽ നിന്നുള്ള പോലീസ് സംഘം എത്തി പരിശോധിക്കുന്നു. മാധ്യമങ്ങളുടെ നമ്മുടെ വാഹനത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഡ്രോൺ ഉണ്ടോ എന്ന തരത്തിൽ പരിശോധന നടത്തുകയും ഡ്രോൺ ഉപയോഗിക്കുകയാണെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യും എന്നുൾപ്പെടെയാണ് പറയുന്നത്. നിലവിലേതായാലും പോലീസിൻ്റെ ഈ ഒരു നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെതിരെ വലിയ വിമർശനങ്ങളൊന്നും ഇപ്പോൾ ആരും ഉയർത്തുന്നില്ല. അതിന് പ്രധാന കാരണം എന്നുള്ളത് ഈ രക്ഷാദൗത്യം പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. രക്ഷാദൗത്യത്തിൽ ആ തുടക്കത്തിലെ വീഴ്ചകളൊക്കെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ കടന്നുകൊണ്ട് ഇപ്പോൾ കൂടുതൽ നല്ല രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നതാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, മഴ വീണ്ടും ഈ ഗംഗാവാലി തീരത്ത് പെയ്യുന്ന ഒരു സ്ഥിതിയാണ്. മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ വെച്ച് നോക്കുമ്പോൾ അല്പം മഴയിൽ ശമനമുണ്ട് എന്നുള്ളതാണ്. ഈ ഗംഗാവലിയിലെ ഒരു ഒഴുക്കും നല്ല രീതിയിൽ ഒഴുക്കുണ്ട്. പക്ഷേ ആ ഒരു ആദ്യ ദിവസങ്ങളിൽ നമ്മൾ ഈ രക്ഷാ ദൗത്യത്തിനായി ഇവിടെ എത്തിയ ആദ്യ ദിവസങ്ങളിൽ കണ്ട അത്രയ്ക്ക് ഒഴുക്ക് ഗംഗാവലിയിൽ ഇല്ല. പക്ഷേ എങ്കിലും നല്ല ഒഴുക്കുണ്ട്. കാരണം ഇത് ഈ പശ്ചിമഘട്ടത്തിൽ നിന്നും വരുന്ന പുഴയാണ്. അതുകൊണ്ട് തന്നെ ഈ പശ്ചിമഘട്ടത്തിൽ മഴ നല്ല രീതിയിൽ അവിടെ പെയ്യുന്നുണ്ട്. അവിടെ ആ മഴ പെയ്യുന്നതിൻ്റെ ഒഴുക്കാണ് അല്ലെങ്കിൽ അതിൻ്റെ വെള്ളമാണ് ഈ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇവിടെ നിന്നും കടലിലോട്ട് അല്പം അത്ര ദൂരമില്ല. ഏതാനും കിലോമീറ്ററുകൾ കഴിഞ്ഞാൽ ഈ പുഴ കടലിൽ ചേരുന്ന ഒരു ഭാഗമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാദൗത്യത്തിൽ പല തരത്തിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ആദ്യഘട്ടത്തിൽ ഉയർന്നത്. നല്ല ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ ഈ അർജുൻ്റെ ലോറി ഏതെങ്കിലും തരത്തിൽ ഒഴുകി കടലിലേക്ക് എത്തുന്ന തരത്തിലൊക്കെ പോയിട്ടുണ്ടാവുമോ
എന്ന തരത്തിലുള്ള ഒരു സംശയങ്ങളും ഊഹങ്ങളും ഒക്കെ ആദ്യഘട്ടത്തിൽ തന്നെ പലപ്പോഴും ഉയർന്നിരുന്നു. ഇനി ഏതായാലും അത്തരം സംശയങ്ങളൊക്കെ പലപ്പോഴും ഇപ്പോഴും പല ഭാഗത്തായി തുടരുന്ന സ്ഥിതി തന്നെയാണ് ഉള്ളത്. എങ്കിൽ പോലും ഇനി ഈ ഒരു രക്ഷാദൗത്യത്തെ നിർണായകമാക്കി മാറ്റുന്നത് എന്നുള്ളത് നേരത്തെ റഡാർ സിസ്റ്റത്തിന്റെയും അതുപോലെ തന്നെ സോണാർ സിസ്റ്റത്തിന്റെയൊക്കെ ആ പരിശോധനയിൽ 2 സിഗ്നലുകൾ, റഡാർ സിഗ്നലും അതുപോലെ തന്നെ സോണാർ സിഗ്നലും, ഇത് രണ്ടും ഒരു ഭാഗത്ത് എന്തോ ഈ ഒരു വലിയൊരു ഇരുമ്പിന്റെ അംശം ഈ നദിക്ക് ഉള്ളിൽ ആ മൺകൂനയുടെ ഭാഗത്തായിട്ട് ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അതിനി അർജുനന്റെ ലോറിയാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആ മുകളിലെ ഇലക്ട്രിക് ടവറുകളുണ്ട്, ആ ടവറുകൾ ഏതെങ്കിലും മണ്ണിന് അടിയിൽ പുഴക്കരികിൽ ഒന്ന് പതിച്ചതാണോ എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. അത് കണ്ടെത്താൻ കഴിയുക, അല്ലെങ്കിൽ അത് കണ്ടെത്തുക, അതൊന്ന് സ്ഥിരീകരിക്കുക, എന്താണ് അതിന് അടിയിലുള്ളത് എന്നുള്ളത് സ്ഥിരീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ദൗത്യസംഘത്തിന് മുന്നിൽ ആദ്യമായിട്ട് ഉള്ള ഒരു കാര്യം. മറ്റൊന്ന്, നേരത്തെ ഞാൻ പറഞ്ഞു, ആ പുതിയ യന്ത്രം ബൂം എക്സ്കവേറ്റർ ഉൾപ്പെടെ കൊണ്ടുവരുന്നുണ്ട്. ആ ബൂം എക്സ്കവേറ്റർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണ് പുഴയിലേക്ക് പതിച്ചു നിൽക്കുന്ന ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളിലൊന്നും ഇതുവരെ മണ്ണ് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ JCB മറ്റൊന്ന് ഉപയോഗിച്ച് അവിടെ നിന്ന് മണ്ണ് മാറ്റാൻ കഴിയുന്ന സ്ഥിതിയല്ല ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടത്തെയും മണ്ണ് മാറ്റി നോക്കുക, അവസാന സാധ്യതയും അവിടെയൊക്കെ തെരഞ്ഞു നോക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ലക്ഷ്മണന്റെ കടയൊക്കെ നിന്ന ഭാഗമുണ്ട്, ആ ഭാഗത്തെയൊക്കെ അവസാന സാധ്യതകളും പരിശോധിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാനായിട്ടുള്ളത്. ഈ 2 കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്യാധുനിക യന്ത്ര സാമഗ്രികൾ അത് മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് ഇനി ഈ രക്ഷാദൗത്യം നടത്താൻ ദൗത്യസംഘം ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല കൂടുതൽ എക്സ്പേർട്ടുകളെ ഇനി ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ബന്ധപ്പെട്ട ആളുകൾ പറയുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുമ്പോൾ ആരാണ് ഇതിന് കൂടുതൽ എക്സ്പേർട്ടായ ആളുകൾ എന്നുള്ളൊരു ഒരു പ്രാഥമികമായ പരിശോധനകൾ ഇവർ നടത്തിയിരുന്നു. ഇനി ആരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാലാണ് ഈ പുഴയും അതുപോലെ തന്നെ മലനിരയൊക്കെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഓപ്പറേഷനുകൾ അല്ലെങ്കിൽ പരിശോധനകൾ അതിൽ കൂടുതൽ കണ്ടെത്തലുകൾ നടത്താൻ കഴിയുക എന്നുള്ളവർ പരിശോധിച്ചിരുന്നു. അതിലാണ് പാലക്കാട് സ്വദേശിയായ റിട്ടയർഡ് മേജർ ജനറലിനെ ഉൾപ്പെടെ ഇന്ദ്രപാലിനെ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന നടപടികൾ ശരി അരുൺ, KJ ശ്രീജിത്തിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത്, ബൂം എക്സ്കവേറ്റർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? 2 കിലോമീറ്ററേ ഉള്ളൂ എന്ന് ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് എക്സ്കവേറ്ററുകൾ എത്തിയിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ. മുൻപ് നിന്ന സ്ഥലത്ത് തന്നെയാണ് നിലവിലും ബൂം ലെങ്ത് ഉള്ളത്. അവിടെ ആ കമ്പനിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ഇവിടെ പൂജ നടത്തുകയാണ്. അവർ പ്രാർത്ഥിച്ചിട്ടാണ് ഇത്തരത്തിൽ ആ സ്ഥലത്തേക്ക് കടക്കാനുള്ള ശ്രമം. എന്തായാലും ആ പ്രാർത്ഥനയിൽ ഈ ജിതിൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. അർജുന്റെ ബന്ധുവായ ജിതിൻ ഉൾപ്പെടെയുള്ളവർ, അതോടൊപ്പം തന്നെ ഈ ജീവനക്കാർ, മറ്റു ഉദ്യോഗസ്ഥർ എല്ലാവരും ഇത്തരത്തിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണ്. അതിനുശേഷമായിരിക്കും MLA നേതൃത്വത്തിൽ ഈ ബൂം ലെങ്തുമായി നദിക്കരയിലേക്ക് പോകുക. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ മണ്ണ് മാറ്റുന്ന ശ്രമങ്ങളിലേക്ക് കടക്കുക. വലിയ രീതിയിലുള്ള മൺകൂനകളാണ് അവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. അവിടെ ആ മണ്ണ് മാറ്റാൻ എന്തായാലും ഇത്തരത്തിലുള്ള വലിയ ഉപകരണങ്ങളുടെ സഹായം വേണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കാർവാർ MLA സതീഷിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയുടെ ഫലമായി പുറത്തു നിന്നും ഇത്തരത്തിലുള്ള ബൂം ലെങ്ത് ഈ പ്രദേശത്ത് എത്തിച്ചിരിക്കുന്നത്. കാരണം ഇതിന്റെ കൈക്ക് 20 മീറ്ററിലധികം നീളമുണ്ട്. ഈ പുഴയിൽ നിന്നുകൊണ്ട് തന്നെ ദൂരെയുള്ള പുഴയ്ക്ക് മധ്യത്തിലുള്ള മണ്ണ് മാറ്റാൻ കഴിയുന്ന രീതിയിൽ അത്രയ്ക്ക് നീളമുള്ള ഒരു ബൂം ലെങ്താണ് ഈ പ്രദേശത്ത് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകളിൽ ഇവർ നിൽക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഈ പ്രദേശത്ത് നിന്നും അപകട സ്ഥലത്തേക്ക് ഈ യന്ത്രം എത്തിക്കുക. എന്തായാലും വലിയ പ്രതീക്ഷയാണ്. അവിടെ നിന്നും പൂർണ്ണമായും തന്നെ ഇത്തരത്തിലുള്ള മണ്ണ് മാറ്റി ഇന്ന് തന്നെ ലോറി കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. അതോടൊപ്പം തന്നെ 3 പേരെയാണ് ഇനി ആ പുഴയിൽ നിന്നും കണ്ടെത്താനുള്ളത്. അർജുൻ, അതോടൊപ്പം തന്നെ ലോകേഷ്, ജഗന്നാഥ് ഉൾപ്പെടെ 3 പേരാണ്. ഇതിൽ അവിടെ സമീപത്ത് കട നടത്തിയിരുന്ന ലക്ഷ്മണന്റെ കടയിലെ ജീവനക്കാരാണ് ലോകേഷും അതോടൊപ്പം തന്നെ ജഗന്നാഥും. അവർ കർണാടക സ്വദേശികളാണ്. അവരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അന്ന് മണ്ണിടിച്ചിൽ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇവർ ഒഴുക്കിൽപ്പെട്ടതായാണ് സൂചന. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മണ്ണുമാന്തുന്ന യന്ത്രം അവിടെ എത്തുന്ന സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ തന്നെ മണ്ണ് മാറ്റാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു.